ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്നത്തെ വീടുന്ന 500 രൂപയ്ക്ക് താഴെയുള്ള ഇതുപോലത്തെ ഒരു ലൈറ്റ് സ്റ്റാൻഡ് വെച്ച് എങ്ങനെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള സിനിമാറ്റിക് വീഡിയോസ് ഷൂട്ട് ചെയ്യാം. 5 ലൈറ്റ് സ്റ്റാൻഡ് സ്മാർട്ട് ഫോൺ സിനിമാറ്റിക് മൂവ്സ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, വീഡിയോക്ക് താഴെ കാണാൻ ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതുമായി. പിന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ വളരെ യൂസ്ഫുൾ ആകുന്നതുമാണ്. അപ്പോൾ നമുക്ക് സമയം ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഫ്രണ്ട്സ്, സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഷോട്ട് എടുക്കാൻ പല രീതിയിലുള്ള എക്യുപ്മെന്റ്സ് ഉപയോഗിക്കാം. അതിൽ നല്ലൊരു ടൂളാണ് ലൈറ്റ് സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇത് ഒരേ സമയം റിംഗ് ലൈറ്റ് നമുക്ക് അറ്റാച്ച് ചെയ്യാം. പിന്നെ നമ്മുടെ ക്രിയേറ്റിവിറ്റി മൂവ്മെന്റ് ഷോട്ട്സ് നമുക്ക് എടുക്കാവുന്നതുമാണ്. പിന്നെ എല്ലാ ലൈറ്റ് സ്റ്റാൻഡിന്റെ കൂടെ നമുക്ക് ഇതേപോലെയുള്ള ഒരു ബോൾ ഹെഡും വരുന്നുണ്ട്. ഇത് നമുക്ക് ആ ലൈറ്റ് സ്റ്റാൻഡിൽ നമുക്ക് അറ്റാച്ച് ചെയ്ത് പോർട്രേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് എടുക്കാവുന്നതുമാണ്. അതായത് ഇൻസ്റ്റാഗ്രാം റീൽസിന് വേണ്ടി പോർട്രേറ്റ് ഒക്കെ വീഡിയോസ് എടുക്കാണ്ട് ഈ ഒരു ബോൾ ഹെഡ് ഈ ഒരു ലൈറ്റ് സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്ത ശേഷം ഈ ഒരു ഫോൺ ഹോൾഡർ ഒരു ബോൾ ഹെഡിലേക്ക് അറ്റാച്ച് ചെയ്ത് പോർട്രേറ്റ് ഉള്ള മൂവ്മെന്റ്സ് വീഡിയോസ് നമുക്ക് എടുക്കാവുന്നതും ആണ്. അടുത്ത ലൈറ്റ് സ്റ്റാൻഡ് ഉപയോഗിച്ച് വീഡിയോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യത്തെ ലൈറ്റ് സ്റ്റാൻഡ് 2 ഹെഡും ഇതേപോലെ എക്സ്റ്റെൻഡ് ചെയ്ത ശേഷം സ്ക്രൂ നല്ലതുപോലെ 2 സൈഡിൽ നമ്മൾ ടൈറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇടയിൽ ലൂസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ലൈറ്റ് സ്റ്റാൻഡ് ഉപയോഗിച്ച് മൂവ്മെന്റ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് 2 കൈ സ്റ്റേബിൾ ആയി പിടിച്ചിട്ട് വേണം നമ്മൾ മൂവ്മെന്റ് വീഡിയോസ് ഒക്കെ എടുക്കുവാനായിട്ട്. പിന്നെ ഫോണിലാണ് ഒപ്റ്റിക്കൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ അല്ലെങ്കിൽ വീഡിയോ സ്റ്റെബിലൈസേഷൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ വെച്ച് വീഡിയോസ് എടുക്കാൻ കുറച്ച് സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോസ് നമുക്ക് ലഭിക്കുന്നതും ആണ്. പിന്നെ ലൈറ്റ് സ്റ്റാൻഡ് ഉപയോഗിച്ച് നമ്മൾ ഫോൺ അറ്റാച്ച് ചെയ്ത് നമ്മൾ ഫാസ്റ്റ് മൂവ്മെന്റ്സ് നമ്മൾ വീഡിയോസ് എടുക്കാതിരിക്കുക. കാരണം അങ്ങനെ കൂടുതൽ നല്ല ഷെയ്ക്ക് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായി ലൈറ്റ് സ്റ്റാൻഡിലേക്ക് ഇങ്ങനെ ഫോൺ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ റിലീസ് ലൂസ് ആക്കിയ ശേഷം മാക്സിമം ഹൈറ്റിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. അതിനുശേഷം സ്ക്രൂ നമ്മൾ നല്ലതുപോലെ തന്നെ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ആ ഒരു ഫോണും ഹോൾഡറും എടുത്ത് നമുക്ക് ആ ഒരു ഫോൺ ഹോൾഡറിലേക്ക് നമുക്കൊരു ഫോൺ അറ്റാച്ച് ചെയ്യാം. വളരെ സിമ്പിളാണ്. ഈ ഹോൾഡർ എടുക്കുക, അതിനുശേഷം സ്ക്രൂ നല്ലതുപോലെ ടൈറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ആ ലൈറ്റ് സ്റ്റാൻഡിൻ്റെ കൂടെ നമുക്ക് ഇതേപോലെയുള്ള ബോൾ ഹെഡ് ഉണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഹോൾഡർ താഴെയായിട്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഇതേപോലെ അറ്റാച്ച് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ ഇതങ്ങ് അഴിച്ചങ്ങ് മാറ്റി ഇത് ഇവിടോട്ട് അങ്ങ് വെക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഒരു ലൈറ്റ് സ്റ്റാൻഡിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഹോൾഡർ നമുക്ക് ടൈറ്റ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് തന്നെ അത് ആവുകയും ചെയ്യും. യെസ്, അപ്പോൾ കറക്റ്റായിട്ട് തന്നെ ഇത് ഫിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തതായി ലൈറ്റ് സ്റ്റാൻഡ് മൂവ്സ് നമുക്ക് ഓരോന്നായിട്ട് തന്നെ നോക്കാം. ആദ്യത്തെ മൂവ് എന്ന് പറയുന്നത് ലോ ആംഗിൾ ഫോർവേഡ് മൂവ്സ് ആണ്. ഈ ഒരു മൂവ്സ് വെച്ച് കുറച്ച് വൈഡർ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവ് ഷോട്ട്സ് നമുക്ക് എടുക്കാവുന്നതുമാണ്. ഈ ഒരു ഷോട്ട് എങ്ങനെ എടുക്കുക വെച്ചാൽ ലൈറ്റ് സ്റ്റാൻഡ് ഇതേപോലെ താഴോട്ടാക്കിയതിന് ശേഷം ഫോക്കസ് എക്സ്പോഷനും ലോക്ക് ചെയ്ത് ചെറുക സ്റ്റേബിളായി ലൈറ്റ് സ്റ്റാൻഡ് പിടിച്ച് മുമ്പോട്ട് ചെറുക നടക്കുക എന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ലോ ആംഗിൾ ഷോട്ട്സ് നമുക്ക് ലഭിക്കുന്നതും ആണ്. അപ്പോൾ നമുക്കൊരു ഷോട്ട് എടുത്ത് റിസൾട്ട് നമുക്ക് നോക്കാം. അടുത്ത രണ്ടാമത്തേന്ന് പറയുന്നത് പുഷ് ഇൻ റിവീൽ ഷോട്ട് ആണ്. ഇതൊരു എസ്റ്റാബ്ലിഷിംഗ് ഷോട്ട് ആണ്. ഈ ഷോട്ട് എടുക്കാൻ നമുക്കൊരു ബോൾ ഹെഡ് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ ഈ ബോൾ ഹെഡ് നമുക്ക് ഒരു ഫോൺ ഹോൾഡർ മാറ്റി ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് ടൈറ്റ് ചെയ്തിട്ട് അതിനുശേഷം നമുക്കൊരു ഫോൺ മുകളിലേക്ക് ആക്കാം. അതിനുശേഷം നല്ലപോലെ നമ്മൾ ഈ ഒരു ആംഗിളിൽ നമ്മൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഷോട്ട് എങ്ങനെ എടുക്കുക വെച്ചാൽ ഇതേപോലെയുള്ള ഒരു സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഇവിടെ നമ്മൾ ഫോക്കസ് എക്സ്പോഷൻ ലോക്ക് ചെയ്ത് ചെറുക നമ്മൾ ഇതിൻ്റെ ഇടയ്ക്കൂടെ സ്മൂത്ത് ആയിട്ട് മൂവ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു എസ്റ്റാബ്ലിഷ് ഷോട്ട് നമുക്ക് ലഭിക്കുന്നത്. ആദ്യമായിട്ട് മൂവ് ചെയ്യുന്ന സമയം ചിലപ്പോൾ ഇടയ്ക്ക് ഷെയ്ക്ക് പോലെ വരായിരിക്കും. 1-2 പ്രാവശ്യം മൂവ് ചെയ്യുന്ന സമയം നല്ല സ്മൂത്ത് ആകുകയും ചെയ്യും. അപ്പോൾ നമുക്കൊരു ഷോട്ട് എടുത്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അടുത്ത മൂന്നാമത്തേന്ന് പറയുന്നത് സബ്ജക്റ്റ് റിവീൽ ഷോട്ട് ആണ്. ഈ ഒരു മൂവ്സ് വെച്ചൊരു സബ്ജക്റ്റ് ഫുൾ ആയിട്ട് റിവീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഒരു ഷോട്ട് എടുക്കാനായിട്ട് നമുക്ക് ഈ ബോൾ ഹെഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ സ്റ്റാൻഡിൽ നമ്മൾ ആ ഒരു ബോൾ ഹെഡ് അങ്ങ് അഴിച്ച് മാറ്റിയാണ്. അപ്പോൾ ഈ ഹെഡ് മുമ്പോട്ട് വെക്കാം. ഓക്കെ, നമ്മൾ അവിടെ വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു മൂവ്സ് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ആംഗിളിൽ ഫോക്കസ് എക്സ്പോഷൻ ലോക്ക് ചെയ്ത് നമ്മൾ നമ്മൾ പുറയിലോട്ട് നമ്മൾ ഇതേപോലെ മൂവ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷോട്ട് നമുക്ക് ഇതേപോലെ നമുക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ നമുക്കൊരു ഷോട്ട് എടുത്തതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. അടുത്ത നാലാമത്തേന്ന് പറയുന്നത് ഫേക്ക് ഡ്രോൺ ഷോട്ടാണ്. ഈ ഒരു ഷോട്ട് വെച്ച് ഡ്രോൺ പറത്തി എടുക്കുന്ന പോലുള്ള ഒരു വീഡിയോസ് നമുക്ക് നമ്മളെ ലൈറ്റ് സ്റ്റാൻഡ് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കുന്നതുമാണ്. ഇത് ഇൻട്രസ്റ്റിംഗ് ആണ്, നല്ലൊരു മൂവ്സ് തന്നെയാണിത്. അപ്പോൾ ഈ ഷോട്ട് എങ്ങനെ എടുക്കുന്നത് വെച്ചാൽ നമ്മൾ ഈ ഒരു ആംഗിളിൽ നിന്ന് ഫോക്കസ് എക്സ്പോഷൻ സെൻറ്ററിലാക്കി വെച്ച് ലോക്ക് ചെയ്ത ശേഷം ലൈറ്റ് സ്റ്റാൻഡ് മാക്സിമം ഹൈയിലേക്ക് ഉയർത്തി ചെറുക നമ്മൾ മുമ്പിലേക്കോ പുറകിലേക്കോ മൂവ് ചെയ്യുക എന്നാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷോട്ട് നമുക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ നമുക്കൊരു ഷോട്ട് എടുത്ത റിസൾട്ട് നമുക്ക് നോക്കാം.
അഞ്ചാമത്തെ എന്ന് പറയുന്നത് ഹൈ ആംഗിൾ റിവീൽ ഷോട്ടാണ്. ഇത് വെച്ച് നല്ലൊരു റിവീലിംഗ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഷോട്ട് എങ്ങനെ എടുക്കുക വെച്ചാൽ ലൈറ്റ് സ്റ്റാൻഡ് നമ്മൾ ഈ ഒരു ഇതേപോലെ ഒരു സബ്ജക്റ്റ് നമുക്ക് ആവശ്യമായിട്ട് ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഷോട്ട് എങ്ങനെ എടുക്കുക വെച്ചാൽ നമ്മൾ ഈ ഒരു ആംഗിൾ വെച്ച് ഫോക്കസ് എക്സ്പോഷൻ നമ്മൾ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ചാൽ ലൈറ്റ് സ്റ്റാൻഡ് മാക്സിമം ഹൈയിലേക്ക് മുകളിലേക്ക് ആക്കി ചെറുകെ നമ്മൾ ഇതേപോലെ നമ്മൾ സ്ലൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഷോട്ട് നമുക്ക് ഇതേപോലെ നമ്മൾ ആ ഒരു സബ്ജക്റ്റിനെ വെച്ച് സ്ലൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലഭിക്കുന്നതുമാണ്. അപ്പോൾ നമുക്കൊരു ഷോട്ട് എടുത്ത് അതിൻ്റെ റിസൾട്ട് നമുക്ക് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഈ പറഞ്ഞ 5 മൂവ്സ് വെച്ച് ഏതൊരു ലൈറ്റ് സ്റ്റാൻഡ് വെച്ച് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് എടുക്കാവുന്നതുമാണ്. പിന്നെ നമ്മൾ ലൈറ്റ് സ്റ്റാൻഡ് വെച്ച് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ റിസൾട്ട് ലഭിക്കുന്നില്ല. വീഡിയോ നല്ലൊരു ഷേക്ക് ആവുകയാണെങ്കിൽ ആ ഒരു സെയിം ഷോട്ട് 2-3 പ്രാവശ്യം നമ്മൾ എടുക്കുന്ന സമയത്ത് കറക്റ്റ് സ്മൂത്ത് ആയിട്ടുള്ള റിസൾട്ട് ലഭിക്കുന്നതുമാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ലൈറ്റ് സ്റ്റാൻഡ് സ്മാർട്ട് ഫോൺ സിനിമാറ്റിക് മൂവ്സിനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ ചില പോയിന്റ്സൊക്കെ ഒരു സ്പീഡായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് റിപ്ലൈ തരുന്നതും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഈ ലൈഫ് സ്റ്റൈൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാതെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനവും ശക്തിയും. അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് വീഡിയോയ്ക്ക് താഴെ കാണാൻ ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതുമായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഇൻഫോർമേറ്റീവ് ട്യൂട്ടോറിയൽ വീഡിയോ കണ്ടുമുട്ടുന്നതിലേക്ക് ബൈ.